ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടണ്ടായി. വീഡിയോ പറയാതുമല്ല, നമ്മുടെ മാത്യു സാമുവൽ അച്ചാന്റെ വീഡിയോ ആയിരുന്നു. അച്ചായൻ നിലവിളിക്കാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ് നിലവിളിക്കുന്നതെന്ന് അറിയോ? ഹിസ്ബുള്ള തീർന്നു പോയി, ഹമാസും തീർന്നു കൊടുത്തു. പിന്നെ ഊത്തികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഊത്തികൾ പണ്ടാരടങ്ങിയതാണ്. ഹൂത്തികള് ശരിക്കും അടിച്ചൊക്കെ നാശമാക്കി കൊടുത്തു. അപ്പൊ നമുക്ക് ഇന്ന് ഇസ്രായേലും ലബനാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടപ്പോ നമ്മുടെ മാത്യു സാമുവൽ അച്ചായൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാം. പ്ലേ ചെയ്യും. അതായത് പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തു ലബനൻ. നിങ്ങൾക്കിപ്പോ ചിരി വരുന്നില്ലേ? ഇസ്രായേലികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും പറയാൻ മടിയില്ലാത്തൊരു അച്ചായൻ തന്നെയാണ് ഇത്. പൂർണ്ണമായിട്ട് ഇസ്രായേലിന്റെ മുൻപിൽ ലബനൻ കീഴടങ്ങിയെന്നാണ് നമ്മുടെ അച്ചായൻ പറയുന്നത്. അച്ചായ ലബനൻ സർക്കാർ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞതാണോ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്ന്? അല്ലാലോ, ഇസ്രായേലിന് ഹിസ്ബുള്ളയുടെ അറ്റാക്ക് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഇസ്രായേൽ ലബനിലോട്ട് പോയിട്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. ഒരു ദിവസം തന്നെ 500-600 മിസൈലൊക്കെ വന്നിട്ട് 160 മിസൈലെല്ലാം ഒരേ സമയത്ത് വന്നിട്ട് ഇസ്രായേലിന്റെ മണ്ണിൽ പതിക്കാമെന്ന് പറയുന്നത് തന്നെ ഇസ്രായേൽ കീഴടങ്ങാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ പറയാണ് ലബനൻ ഇസ്രായേലിന്റെ മുൻപിൽ കീഴടങ്ങിയെന്ന്. അച്ഛയ ചിരിപ്പിക്കല്ല കേട്ടാ. നേതാക്കളെ എല്ലാം തട്ടിക്കോളാൻ പറഞ്ഞു. എവിടെയൊക്കെ ഉണ്ട് അത് കേട്ടാ മതി. നിങ്ങളെ പോലെയുള്ള ക്രിസംഗികളുടെ വായിൽ നിന്ന് ഇതേപോലത്തെ വാക്കുകൾ കേട്ടാ മതി. ഹിസ്ബുള്ള ഇവിടെയൊക്കെ ഉണ്ട്, അല്ലാതെ കൂടുതലായിട്ടില്ല. പിന്നെ എവിടുന്ന മിസൈൽ വരുന്നത് അച്ചായ? ഇവിടെ 1-2 പേരൊക്കെ ഉണ്ടായിട്ട് അവരയക്കുകയാണോ 200, 300, 400 മിസൈലൊക്കെ ദിവസം? എന്താ പറയുന്ന അച്ചായ? അതായത് എവിടൊക്കെയുണ്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ലെബനീസ് സർക്കാർ ഇസ്രായേലിന് കൈമാറും. ഇയാള് പറയുന്നത് പോലെ ഒന്നല്ല കാര്യങ്ങളുടെ പോക്ക്. കാരണം ലെബനീസ് സർക്കാരിന്റെ പാർലമെന്റിനകത്ത് തന്നെ ഇഷ്ടം പോലെ ഹിസ്ബുള്ളയുടെ നേതാക്കളുണ്ട്. എന്നിട്ട് ഇയാൾ പറയാണ് ഹിസ്ബുള്ള എവിടെയൊക്കെ ഉണ്ടെന്ന് ലെബനീസ് സർക്കാർ ഇസ്രായേലിന് പറഞ്ഞു കൊടുക്കുമെന്ന്. പറയുന്നതിന് എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? ഞാനത് പറയുന്നതെന്ന് ചിന്തിച്ചിട്ടൊക്കെ പറ അച്ചായ. അച്ചായൻ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ടടാ അച്ചായന്റെ പേജിൽ, ചാണകങ്ങള്. തമാശ പറഞ്ഞല്ല, അച്ചായൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വാവ് വണ്ടർഫുൾ, അത് തന്നെ സത്യം എന്ന് പറഞ്ഞ് നടക്കുന്ന വളരെ കുറച്ച് ചാണകങ്ങളുണ്ട് അച്ചായന്റെ പേജിൽ. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അച്ചായൻ എന്ത് ഇല്ലാ കഥ വേണമെങ്കിലും പറയും. അവിടെ അത് നടക്കുന്നു, ഇവിടെ ഇത് നടക്കുന്നു, അവിടെ അത് നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാ കഥകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ നിൽക്കും. കളവ് പറയാൻ ഉടുപ്പില്ലേ അച്ചായ? 65,000 പേരായിരുന്നു. ഇനി നോക്ക എത്ര പേരാണ് ലെബനീസ് സിവിലിയൻസും പാവം പിടിച്ചവരെല്ലാം മരിച്ചത്. അങ്ങനെ നിങ്ങളെ പോലെയുള്ള ക്രിസംഗികളുടെ വായിൽ നിന്ന് തന്നെ വരണം ഒന്നും അറിയാത്ത കുറെ ആൾക്കാർ ഈ ഒരു യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് നിങ്ങളെ പോലെയുള്ള കുറെ ആൾക്കാർ വന്നിട്ട് ഈ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നാണം പേരാണ്, പുച്ഛം പേരാണ്. നിങ്ങളോടൊക്കെ പുച്ഛിച്ചിട്ട് കാര്യമില്ലാടാ. കാരണം മുസ്ലിം വിരോധം മനസ്സിൽ കയറി കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ പുറന്തള്ളണമെന്ന് ചിന്തിക്കാതെയാണ് കുറെ ആൾക്കാർ സംസാരിക്കുന്നത്. ആ ഒരു കൂട്ടത്തിൽ പെടുത്തേണ്ട ആൾ തന്നെയാണ് നമ്മുടെ അച്ചായൻ. ഏകദേശം 3800 അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രി പറയുന്ന കണക്ക്. ഹിസ്ബുള്ളയുടെ കണക്ക് അതിൻ്റെ അകത്തില്ല. ഹിസ്ബുള്ള ഏകദേശം 15,000-20,000 പേര് തീർന്നുപോയി. ഇതുവരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും കാണാത്ത ഒരു കണക്കാണ് അച്ചായന്റെ ചാനലിൽ കയറിയപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയത് അല്ലേ? 15,000 മുതൽ 20,000 വരെ 20,000 തന്നെ കൂട്ട് 20,000 ഹിസ്ബുള്ള പോരാളികൾ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ഒരു കണക്കിൽ തന്നെ ഇസ്രായേലിന്റെ സോൾജേഴ്സും പടമായിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളിപ്പോ ഗണ്ണും പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ആയിരിക്കും കുറെ ആൾക്കാർ പറയാന്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കായിരിക്കും കൂടുതലായിട്ട് ഇഞ്ചറി ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹിസ്ബുള്ളയുടെ 20,000 പേര് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ 50,000-ഓ 60,000-ഓ തീർന്നിട്ടുണ്ടാവും ഉറപ്പ്. ഞാൻ തരാം. നിങ്ങൾ പറയുന്ന കണക്ക് വളരെ കൃത്യമായതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. പലരും പിന്നെ അവിടെ വിട്ട് സിറിയയിലോട്ടും അങ്ങോട്ടൊക്കെ ഓടിപ്പോയേക്കുകയാണ്. എന്റെ പേജിലുള്ള സംഖ്യകൾക്ക് മനസ്സമാധാനം കിട്ടിയില്ലേ? കാരണം ഹിസ്ബുള്ളയുടെ കുറെ ആൾക്കാർ സിറിയയിലോട്ടും അവിടത്തോട്ടൊക്കെ ഓടിപ്പോയി അല്ലെ? സമാധാനമായില്ലല്ലേ? ഇസ്രായേലിന്റെ ഫാൻസ് ഉണ്ട് എന്റെ പേജിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ. അമ്മമാർക്ക് സമാധാനമായിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഇയാളെ വായത്തൊന്ന് വിളിച്ചു പറയുന്നതാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളൊക്കെ എവിടെ ചെന്ന് പതിക്കുന്നു എന്ന് അറിയത്തില്ല. ഹിസ്ബുള്ള അയക്കുന്ന മിസൈലൊക്കെ എവിടെ ചെന്ന് പതിക്കുന്നു എന്ന് അച്ചായന് അറിയില്ലല്ലോ. അറിയാറ്റാണോ അല്ലെങ്കിൽ അറിയാത്തതുപോലെ അഭിനയിക്കാണോ? ഹിസ്ബുള്ള അയക്കുന്ന മിസൈലൊക്കെ ഇസ്രായേലിന്റെ മണ്ണിൽ തന്നെ പോയിട്ട് വീഴുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. 3 ആഴ്ച കൊണ്ട് 10,000 മിസൈൽ അയച്ചിട്ടുണ്ട്. അത് ഒരേ സമയം 1-2 മിസൈലൊന്നല്ല പോയിട്ട് ഇസ്രായേലിന്റെ മണ്ണിലോട്ട് വീഴുന്നത്. 3-4 ആഴ്ചനിടയിൽ 10,000 മിസൈലിന്റെ അടുത്താണ് ഇസ്രായേലിലോട്ട് അയച്ചത്. മതി പോട്ടെ, ഒരു 75% ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നാലും 25% മിസൈൽ ഇസ്രായേലിന്റെ മണ്ണിലോട്ട് പോയി വീണിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ടാവും ചായ. എന്നിട്ട് പറയാണ് ഇവരെ അയക്കുന്ന മിസൈൽ എവിടെ പോയിട്ട് വീഴുന്നതെന്ന് അറിയില്ലാന്ന്. 2,500 മിസൈൽ വീണ് കഴിഞ്ഞാൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ ഒരു തീരുമാനമായതിനെ കൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പേടിച്ചിട്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. അല്ലാതെ ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ടോ വെടിനിർത്തണമെന്ന്? ഇല്ല. ഇസ്രായേലിന് നഷ്ടം കൂടിക്കൊണ്ട് വന്നപ്പോഴാണ് പേടിച്ചിട്ട് അങ്ങനെ തന്നെ പറയും. ചിലതൊക്കെ ഇസ്രായേലിൽ വരുന്നുണ്ട്. ചില മിസൈലല്ല വരുന്നത്, എല്ലാ മിസൈലും വരുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ നിങ്ങൾക്ക്. നിങ്ങളെ ചാനലിലുള്ള ക്രിസംഗികളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ചാ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവിടെ തന്നെ പൊട്ടാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതി. കുറെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ.
അവര് ഇതൊക്കെ കേട്ട് വിശ്വസിച്ചോളൂ. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ അവിടെ മരണമൊന്നും സംഭവിച്ചത് കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൽ എങ്ങനെ അച്ചായ മരണം ഉണ്ടാവുക? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരേ സമയം തന്നെ ഒരു 40 ലക്ഷം 50 ലക്ഷം ആൾക്കാരൊക്കെ ബങ്കറിനകത്ത് പേടിച്ചിട്ട് കുത്തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മിസൈൽ വരുന്ന എന്തായാലും അവർക്കറിയാം. അപ്പം ബങ്കറിന്റെ അകത്ത് ഓടിപ്പോകും, മരണം നടക്കുന്നില്ല. ഇതല്ലേ സംഭവിക്കുന്നത് അല്ലേ? ബങ്കറിലെ കൊണ്ട് രക്ഷപ്പെടുന്നു. ഇസ്രായേലിനെ തകർത്തു, ഇസ്രായേലിനെ പിടിക്കും. ഹമാസ് അതാണ്, ഹിസ്ബുള്ള അതാണ്, ഹൂത്തികൾ അതാണ്. അച്ചായ നിങ്ങൾ പറയുന്നത് പോലെയല്ല സംഭവം. ഈ ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും അവരുടെ അടുത്ത് അത്യാവശ്യം വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കയ്യിലുള്ള അത്ര ഇല്ലെങ്കിലും ഈ ഒരു ഇസ്രായേലിനെ അവരുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് ആക്രമിക്കുന്നില്ല. അപ്പൊ ഹമാസും ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഹൂത്തികളും അതാണ് ഇതാന്നൊക്കെ പറയും. ഇതാണ് ഉണ്ടായത്. ആ ഭാഗം പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ കയ്യിലിരിക്കും. ഏത് ഭാഗം പിടിച്ചെടുത്തെന്ന് ഇയാൾ ഈ പറയുന്നത്? ഒരു തുണ്ട് ഭൂമി പോലും ഇസ്രായേല് പിടിച്ചെടുത്തിട്ടില്ല. ഇയാൾ ഈ വെറുതെ എന്തൊക്കെ പറയാണ്? അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്ന ന്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇസ്രായേൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അവിടെ തൊട്ട് തന്നെ വലിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറയാണ് പിടിച്ചെടുത്തതൊക്കെ ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്നു. അവസാനം ട്രംപ് വരുന്നു, പേടിച്ചു. ട്രംപ് വരുന്നതിനെ കൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെയൊക്കെ ബുദ്ധിജീവനം എത്രമാത്രം ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കാം. കാരണം വേറൊന്നല്ല, ട്രംപിനെ ഏറ്റവും കൂടുതൽ ഇടങ്ങാറാക്കിയ സംഘടനയാണ് ഈ പറയുന്ന 3 സംഘടന. എന്നിട്ട് പറഞ്ഞ് ട്രംപ് വരുന്നു പേടിച്ചു അല്ലേ? ഇനി അമേരിക്കൻ ബേസ് ലെബനനിൽ വരും. അതോടുകൂടി സംഭവം എന്നേക്കുമായിട്ട് ഹിസ്ബുള്ള തീർന്നു പോയി. ഹിസ്ബുള്ള തീർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നിൽക്കുക. കാരണം ഇസ്രായേലിന്റെ ട്രൗസർ കീറിക്ക് ഹിസ്ബുള്ള. എന്നിട്ട് ഇയാളെ പോലുള്ള സംഘി മുസംഘികളെ വന്നിട്ട് പറയും ഹിസ്ബുള്ള തീർന്നു പോയി എന്ന്. ഇത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് അല്ലേ? ഇനി ഇറാന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബേസിക്കലി ഇറാൻ ബാക്ക്ഡോർ ടോക്സ് അമേരിക്കയുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞത് ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോ? ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയോട് ബാക്ക്ഡോർ വഴി ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്, അതായത് രഹസ്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുക? ഇറാനും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഭയങ്കരമായിട്ടുള്ള ശത്രുതയിലുള്ള രാജ്യമാണ്. അതിപ്പോൾ തുടങ്ങിയൊന്നല്ല, കുറെ കാലങ്ങൾക്ക് മുൻപ് തുടങ്ങിയ സംഭവമാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ രഹസ്യമായിട്ട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബുദ്ധിയുള്ള ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പേജിൽ കുറച്ച് ഇത് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അവരത് വിശ്വസിക്കും. അവർക്ക് എന്ത് കിട്ടിയാലും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും അത് വിശ്വസിക്കും. കേരളത്തിന്റെ മുക്കിനും മൂലയ്ക്ക് ഇരുന്ന് പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ ജിയോ പൊളിറ്റിക്സ് നടക്കുന്നത്. അത് ഇറാൻ എന്ന് പറഞ്ഞ ഗവൺമെന്റിനും അറിയാം അവരുടെ കയ്യിൽ ഒന്നുമില്ല, എന്ത് വെച്ച് തിരിച്ചടിക്കും. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അറിയാം അവരുടെ കയ്യിൽ ഒന്നുമില്ല, എന്ത് വെച്ച് തിരിച്ചടിക്കുമെന്നാണ് നമ്മുടെ അച്ചായൻ ചോദിച്ചത്. ഇപ്പോ ഈ 181 ബാലിസ്റ്റിക് മിസൈൽ അയച്ചിട്ട് ഇസ്രായേലിന്റെ ട്രൗസർ കീറിയത് ഓർമ്മയില്ലേ? അതെന്ത് വെച്ചിട്ട് അടിച്ചത്? അതേപോലെ അവർക്ക് തിരിച്ചടിച്ചൂടെ? പറയുന്നത് എന്താണെന്ന് ചിന്തിക്കച്ചായ. ഇങ്ങനെ നുണ പ്രചരിപ്പിക്കല്ലേ? കാരണം വേറൊന്നല്ല, കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന നുണയൊക്കെ ഒന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇസ്രായേലിൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇറാൻ എന്ത് വെച്ച് ആക്രമിക്കുന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ആ 151 മിസൈൽ വെച്ചിട്ട് അയച്ചില്ലേ? അതേപോലെ ആക്രമിച്ചൂടെ? അത് പോരാനിട്ട് ഇറാന്റെ കയ്യിൽ അത്യാവശ്യം സ്റ്റെൽത്തി ആയിട്ടുള്ള വിമാനങ്ങളൊക്കെ ഉണ്ട്, അതും വെച്ചിട്ട് ആക്രമിക്കാം. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒക്ടോബർ 7 ഉണ്ടായത് ഹമാസ് തീർത്തു കൊടുത്തു. ഒക്ടോബർ 7 ശേഷം ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തീർത്തു കൊടുത്തെന്നാണ് പറയുന്നത്. ഹമാസിന്റെ ശക്തി ശമിച്ചിട്ടുണ്ട്, അതില്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ പൂർണ്ണമായിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ദിവസവും 4-5 ടാങ്കൊക്കെ ഗസയിൽ അവർ നശിപ്പിക്കുന്നുണ്ട്, കുറെ സോൾജേഴ്സിനെ പണിയാക്കുന്നുണ്ട്. ഹൂത്തികളെ ശരിക്കും അടിച്ചൊക്കെ നാശമാക്കി കൊടുത്തു. അച്ചായ, നിങ്ങൾ ഹൂത്തികളെ പണിയാക്കിയെന്ന് പറയുന്നത് അമേരിക്കയുടെ B2 ബോംബർ വെച്ചിട്ട് ഹൂത്തികളെ ആക്രമിച്ചത് കൊണ്ടായിരിക്കും. അമേരിക്കക്ക് തിരിച്ചെന്താണ് ഹൂത്തികളെ പണിയെടുത്തത്? അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കരിയറല്ലേ കത്തിച്ച് ചാമ്പലാക്കിയത്? വീഡിയോ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. ഹിസ്ബുള്ളയും തീർത്ത് കൈ കൊടുത്തു. അങ്ങനെയല്ല പറയേണ്ടത്. ഹിസ്ബുള്ള എന്ന് പറയുന്ന ചെറിയ സംഘടന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയെ ഒടിച്ചു മടക്കി കൈ കൊടുത്തു, അങ്ങനെ പറ. അതാണ് സത്യം, അല്ലാണ്ട് നിങ്ങൾ പറയുന്നതല്ല സത്യം. ഇനി അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. തീർത്ത് കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കാതെ സംസാരിക്കുമ്പോഴാണ് തീർന്നു പോയി അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്നത്. അതും ഇങ്ങ് തീർത്ഥം കൊടുക്കും. അവിടെ ഇവിടെയൊക്കെ ഉള്ള ഹിസ്ബുള്ളയുടെ പോരാളികളെ ഇപ്പൊ തീർത്തങ്ങ് കൊടുക്കും. കാത്തു നിന്നോ കേട്ടാ എല്ലാവരും. എത്രമാത്രമാണ് ഇറാൻ സൈനിക കയ്യിൽ ആയുധങ്ങളുള്ളത്, അതേപോലെ ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ആയുധങ്ങളുടെ സ്റ്റോക്ക് ഏകദേശം ഓൾമോസ്റ്റ് തീർന്നു. ആയുധങ്ങളുടെ സ്റ്റോക്ക് തീർന്നത് കൊണ്ടായിരിക്കണം ദിവസവും 150-200 മിസൈൽ അയച്ചെടുത്ത് 400, 500, 600 മിസൈലൊക്കെ ദിവസം അയക്കാൻ പറ്റിയത് അല്ലേ? മിസൈലിന്റെ സ്റ്റോക്ക് തീർന്നതിനെ കൊണ്ടായിരിക്കണം ഈ മിസൈലിന്റെ എണ്ണം കൂടിയത്. ഇസ്രായേലോട്ട് അയക്കുന്ന മിസൈലിന്റെ എണ്ണം കൂടിയത് സ്റ്റോക്ക് തീർന്നതിനെ കൊണ്ടാണ്. ഇതാണ് ഇറാന് കൊടുത്തൊരു പാഠം. ഇറാൻ ഇതോടുകൂടി പാഠം പഠിച്ചില്ലേ, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതാകും. കൂടുതലായിട്ടൊന്നും പറയണ്ട, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ ഇല്ലാതാകും. അതായത് ഇറാന്റെ 10-1 മാത്രം ചെറുതായിട്ടുള്ള ഇസ്രായേൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതായി പോകും. പുറത്താരോടും പറയണ്ടട്ടാ. അച്ചായ, നിങ്ങൾ ഇങ്ങനെയൊക്കെ മണ്ടത്തരം തുപ്പുന്നത് കാണുമ്പോൾ ചിരി വരുന്ന